നമസ്കാരം. നിങ്ങൾ തന്ന ആർട്ടിക്കിൾസും നോട്ടുകളും എല്ലാം ഞാനൊന്ന് നോക്കി. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 2 വാക്കുകൾ എന്റെ മനസ്സിൽ വല്ലാതെ ഉടക്കി നിന്നു. ഒന്ന് കഴിവ്, പിന്നെ ഒന്നിക്കുക അഥവാ ജോയിൻ. ഒറ്റ നോട്ടത്തിൽ ഒന്ന് വ്യക്തിപരമായ കാര്യമാണ്, മറ്റേത് സാമൂഹികവും. അപ്പോ ഇത് രണ്ടും തമ്മിൽ ശരിക്കും എന്താണ് ഒരു ബന്ധം? ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് അതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അതൊരു നല്ല തുടക്കമാണ്. കാരണം ആ ബന്ധം മനസ്സിലാക്കുന്നതിലാണ് ശരിക്കും കാര്യം. അതെ, നമ്മൾ പലപ്പോഴും കഴിവുകൾ വളർത്തുന്നതിൽ ഭയങ്കരമായി ശ്രദ്ധിക്കും, പക്ഷെ ബന്ധങ്ങൾ, ആ ഒരു കാര്യം നമ്മൾ മറന്നുപോകും. ശരിയാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാമല്ലേ? അതെ. നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതത്തിനൊരർത്ഥം വരുന്നത്. നിങ്ങൾ തന്ന ആ കുറിപ്പുകളിൽ കഴിവെന്ന വാക്കിനൊരു എന്താ പറയാ, ഒരു പുതിയ മാനം തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. KAZIVE എന്നൊരു ഫോർമുല പോലെ. സാധാരണ നമ്മൾ ഒരു ജോലിയിലുള്ള വൈദഗ്ധ്യതയാണല്ലോ കഴിവ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് അതിലും വലുതാണെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. ഇതൊരു വെറും സ്കില്ലല്ല, ഇതൊരു സമ്പൂർണമായ സമീപനമാണ്. ആ ഫോർമുല അനുസരിച്ച് K എന്നാൽ നോളജ്, അറിവ്. A എന്നത് ആക്ഷൻ, അതായത് അറിവ് മാത്രം പോരാ, പ്രവൃത്തിയിൽ വരണം. അത് തന്നെ, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ Z എന്നാൽ സീൽ, ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു തീവ്രമായ ആവേശം. ആവേശം. അവിടെയാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. അതെ, അവിടെയാണ് പലർക്കും പിഴയ്ക്കുന്നത്. ആ ആവേശം പോകുമ്പോൾ എല്ലാം നിന്നു പോകും. ശരിയാണ്. പിന്നെ HIVE എന്നിവയോ? H എന്നത് ഹാർമണി, മറ്റുള്ളവരുമായി യോജിച്ചു പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ. I എന്നാൽ ഇൻസൈറ്റ്, അതായത് കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഉൾക്കാഴ്ച. V എന്നത് വെർച്വൽ, ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനമാണ്. സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കഴിവ്. തീർച്ചയായും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തേതാണ്, എൻജോയബിൾ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്കും സന്തോഷം തരണം, മറ്റുള്ളവർക്കും ആനന്ദം നൽകണം. അപ്പോൾ ശരിക്കും അതൊരു പൂർണ്ണമായ ഒരു പാക്കേജ് ആണ്. അതെ, അപ്പോഴാണ് അത് യഥാർത്ഥ കഴിവാകുന്നത്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് അടുത്ത കൗതുകം തോന്നിയത്. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ കഴിവുണ്ടാക്കി, എന്നിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ മതിയോ? നിങ്ങളുടെ നോട്ടുകൾ പറയുന്നത് പോരാ എന്നാണ്. പോരാ, ഒരിക്കലുമില്ല. അവിടെയാണ് ഈ ജോയിൻ എന്ന ആശയം വരുന്നത്. കൃത്യമായി അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ആശയത്തിലേക്ക് എത്തുന്നത്. കഴിവുകൾ എത്രയുണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അതിനൊരു വിലയുമില്ല. ജോയിൻ എന്ന ആശയം ശക്തമായ ബന്ധങ്ങൾ എങ്ങനെയുണ്ടാക്കാം എന്ന് പറയുന്നു. അതിനും ഇതേപോലെ ഒരു ഘടനയുണ്ടല്ലേ? ഉണ്ട്. ഇവിടെയും ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. J എന്നാൽ ജേണി അഥവാ യാത്ര. ഒരുമിച്ചുള്ള പങ്കിട്ട അനുഭവങ്ങൾ. ഒരുമിച്ചൊരു സിനിമ കാണുന്നതോ ഒരു യാത്ര പോകുന്നതോ അങ്ങനെയുള്ളതെന്തും ആ യാത്രയുടെ ഭാഗമാണ്. അപ്പോ OIN എന്താണ്? O എന്നത് ഓപ്പൺനെസ്, തുറന്ന മനസ്സ്. മുൻവിധികളില്ലാതെ മറ്റൊരാളെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ആ കഴിവ്. I എന്നാൽ ഇന്റിമസി, വൈകാരികമായ ഒരു അടുപ്പം. പരസ്പരം വിശ്വസിക്കാനും നമ്മുടെ ബലഹീനതകൾ തുറന്നു പറയാനും കഴിയുന്ന ഒരിടം. അത് പ്രധാനമാണ്. പിന്നെ അവസാനമായി N, നറിഷ്മെന്റ്, അതായത് പോഷണം. പരസ്പരം താങ്ങും തണലും പ്രോത്സാഹനവുമാകുക. ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ നോട്ടുകളിലെ ആ ഹാർവാർഡ് പഠനത്തിന്റെ കാര്യം വായിച്ചപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. 85 വർഷം, ഒരു മനുഷ്യ ആയുസിനേക്കാൾ കൂടുതൽ. അതെ. പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, നല്ല കൂട്ടുകെട്ടുകളാണ് നമ്മളെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത് എന്ന് പറയുമ്പോ അതൊരു വലിയ തിരിച്ചറിവാണ്. അതൊരു വലിയ തിരിച്ചറിവ് തന്നെയാണ്. ആ പഠനം പറയുന്നത് ഏകാന്തത ദിവസവും ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ അപകടകരമാണെന്നാണ്. അവിശ്വസനീയം. അതെ, ആ പഠനം ഈ വിഷയത്തിലെ ഏറ്റവും ആധികാരികമായ ഒന്നാണ്. അതിന് വ്യക്തമായ ശാസ്ത്രീയ അടിത്തറയുമുണ്ട്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ വെറും 10 സെക്കൻഡ് ആത്മാർത്ഥമായി ആലിംഗനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്സിറ്റോസിൻ ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കും, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ഹോർമോണുകളുടെ കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു 10 സെക്കൻഡ് കെട്ടിപ്പിടുത്തം കൊണ്ട് ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഇത് കുറച്ച് ലളിതവൽക്കരണമല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് മാത്രം തീരില്ല. പക്ഷേ സോഷ്യൽ ബേസ് ലൈൻ തിയറി എന്നൊന്നുണ്ട്. സോഷ്യൽ ബേസ് ലൈൻ തിയറി? അതെ,
അതനുസരിച്ച് നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കൊരു താങ്ങുണ്ട് എന്ന ആ തോന്നൽ മാത്രം മതി നമ്മുടെ തലച്ചോറിന്റെ ഭാരം കുറയ്ക്കാൻ. ഒരു മല കയറുമ്പോ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കുറവ് തോന്നുന്നത് പോലെ. ശരിയാണ്. പ്രകടനം മാത്രം. അപ്പോൾ ശരിയാണ്, കഴിവെ വെച്ച് നമ്മൾ വ്യക്തിഗതമായി വളരുന്നു, ജോയിൻ എന്നതിലൂടെ നമ്മൾ സാമൂഹികമായി വളരുന്നു. ഇത് രണ്ടും ചേരുമ്പോഴാണ് ചിത്രം പൂർണ്ണമാകുന്നത്, അല്ലേ? കൃത്യം. ഒറ്റയ്ക്കൊരു സൂപ്പർമാൻ ആകുന്നതിലല്ല കാര്യം, ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമിന്റെ ഭാഗമാകുന്നതിലാണ്. അത് തന്നെ. നിങ്ങളുടെ സ്രോതസ്സുകൾ യോഗയുടെ തത്വത്തിലേക്കാണ് വിരൽ ചുണ്ടുന്നത്. യോഗ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സംയോജിപ്പിക്കുക എന്നാണല്ലോ. അതെ. അത് മനസ്സിനെയും ശരീരത്തെയും മാത്രമല്ല സംയോജിപ്പിക്കുന്നത്, നമ്മളെ നമ്മളോടും പിന്നെ നമ്മളെ മറ്റുള്ളവരുമായും ഈ പ്രപഞ്ചവുമായും ബന്ധിപ്പിക്കുന്നു. അപ്പോ കഴിവ് എന്ന വ്യക്തിഗത വളർച്ചയും ഒന്നിക്കുക എന്ന സാമൂഹിക വളർച്ചയും യോഗയുടെ ഈ അടിസ്ഥാന തത്വത്തിന്റെ 2 വശങ്ങൾ മാത്രമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാനുണ്ട്. നമ്മളിൽ പലരും നമ്മുടെ കരിയർ, നമ്മുടെ കഴിവ് അഥവാ KAZHIVE വളർത്താൻ ഒരുപാട് സമയവും ഊർജവും ചെലവഴിക്കാറുണ്ട്. ശരിയാണ്. പക്ഷെ അതേ ശ്രദ്ധയോടെ, അതേ ആത്മാർത്ഥതയോടെ ഈ ജോയിൻ തത്വങ്ങൾ ഉപയോഗിച്ച് ഒരുമിച്ചുള്ള യാത്രകളിലൂടെ തുറന്ന മനസ്സോടെ പരസ്പരം താങ്ങും തണലുമായി നമ്മുടെ ബന്ധങ്ങളെ പോഷിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഒളിഞ്ഞിരിക്കുന്നത് ആ ഒരു ബാലൻസിലായിരിക്കാം. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ.